സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയം, സാംസ്കാരികം, സാമൂഹികം, സാമ്പത്തികം, പരിസ്ഥിതി തുടങ്ങിയ എല്ലാ വിഷയങ്ങളും പറയുന്ന ഒരു ന്യൂസ് ചാനൽ പോലെ നമ്മൾ ഇത് കൊണ്ടുപോകുന്നു. എൻ്റർടൈൻമെൻറ്റ് ഒഴിച്ചെല്ലാം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമായ തുകകൾ അയച്ചു തരിക, അതുപോലെ തന്നെ വിവരങ്ങൾ അറിയിക്കുക. എല്ലാവരുടെ വിഭാഗം ജനങ്ങളുടെയും വിവരങ്ങൾ ഞങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നല്ല രസമാണ് കേരള രാഷ്ട്രീയം ചിന്തിച്ചാൽ. അശ്ലീല രാഷ്ട്രീയത്തിൻ്റെ പുത്തനേടുകളാണ് കേരളത്തിൽ. കാമം, ക്രോധം, ലോഭം, മോഹം, 4 വിഷയങ്ങൾ. മദ്യം, മദിരാശി, പണം, അധികാരം, സമ്പത്ത്, ഇങ്ങനെ കുറേ വിഷയങ്ങൾ. ഇതെല്ലാം മാനവരാശിയെ എന്നും ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യപ്പെടുന്നത് പുരുഷന്മാർക്ക് കുറേ വിഷയങ്ങൾ, സ്ത്രീകൾക്ക് വേറെ വിഷയങ്ങൾ. ഇവിടെ പുരുഷന്മാരാരും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പുരുഷനും വന്നതായിട്ട് ചരിത്രത്തിലില്ല. വളരെ അപൂർവം പുരുഷന്മാരെ ഉണ്ടാവുള്ളൂ. എനിക്ക് ചില സുഹൃത്തുക്കളെയൊക്കെ അറിയാം, സ്ത്രീകൾ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞ് അവർ ജോലിയൊക്കെ രാജിവെച്ച് പോയ പുരുഷന്മാരെ അറിയാം. അല്ലാതെ അപൂർവം ആളുകളാണ്. അതുകൊണ്ട് തന്നെ കോഴി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. കോഴൻ എന്നാരെയും പറയാറില്ല ഇവിടെ. പുരുഷന്മാരെ കോഴി എന്നാണ് വിളിക്കുന്നത്, സ്ത്രീലിംഗം ഇട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ പുരുഷന്മാരാണ് ഇതെല്ലാം കുഴപ്പമായിട്ട് വരുന്നൊരു സമൂഹമായി വരുന്നത്. ഇന്നിപ്പോൾ അശ്ലീല രാഷ്ട്രീയത്തിൻ്റെ പുത്തനേടുകളാണ്. കേരളത്തിൽ അശ്ലീല രാഷ്ട്രീയം ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് പേരെ പേരിൽ വന്നിട്ടുണ്ട് ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ. സരിത മുൻ മുഖ്യമന്ത്രിയുടെ പേര് തന്നെ കൊണ്ടുവന്നു, അന്നത്തെ മന്ത്രിമാരുടെ പേര് കൊണ്ടുവന്നു. അതിലൊരാളിപ്പോൾ മന്ത്രിയാണിപ്പോൾ. ഞാൻ ആരുടെയും പേര് വ്യക്തിപരമായി പറയുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ഒരുപാട് നേതാക്കൾ, എം പിമാർ, എം എൽ എമാർ, മുൻ എം പിമാർ, മുൻ എം എൽ എമാർ, ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ ഒരു വനിത വന്ന് പറഞ്ഞ് ഒരു ഗവൺമെൻറ്റിനെ തന്നെ തുലാസിലാക്കി. അന്നത്തെ മുഖ്യമന്ത്രിക്ക് മണിക്കൂറുകളോളം ഒരു കമ്മീഷൻ്റെ മുന്നിൽ പോയി തലകുനിച്ച് ഇരിക്കേണ്ടി, പക്ഷേ തല കുനിച്ചില്ല, തല നിവർത്തി തന്നെ ഇരുന്നു, എന്നാൽ ഇരിക്കേണ്ടി വന്നു. എന്തായാലും അത് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടൊന്നും അന്തരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു. അദ്ദേഹം എന്തായാലും വലിയ മാനസിക സംഘർഷമില്ലാതെ അദ്ദേഹം മരിച്ചു, നമ്മെ വിട്ടുപോയി. എന്നാലും ഒരുപാട് ആളുകൾ ഇപ്പോഴും ആ അമ്പേറ്റ ഒരുപാട് പേർ ജീവിച്ചിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഗവൺമെൻറ്റിന്, LDF ഗവൺമെൻറ്റിന് ഗൾഫിൽ നിന്ന് ജോലിയുള്ള ഒരു വനിതയുമായി ബന്ധപ്പെടുത്തി, എയർപോർട്ടുമായി, വിമാനത്താവളവുമായി ബന്ധപ്പെടുത്തി വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. വലിയ കേസുകൾ, തർക്കങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം കെട്ടടങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഓരോ നേതാക്കളെക്കുറിച്ചുള്ള CPM-ലെയും കോൺഗ്രസ്സിലെയും BJP-യിൽ അങ്ങനെ വലിയ നേതാക്കളെ പേരിൽ ഇതൊന്നും വന്നില്ല. ഇപ്പോൾ ആദ്യമായിട്ടൊരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ബാക്കിയുള്ള 2 ഭാഗത്തെ നേതാക്കളെക്കുറിച്ച് സ്ത്രീ വിഷയം ഒരു വലിയ പ്രതിസന്ധിയാണ്. കേരളത്തിലെ സ്ത്രീകളും ഇതിൻ്റെ ബെനിഫിഷ്യറീസിൽ വരുന്ന ഒരുപാട് കേസുണ്ട്. ഒരിക്കൽ ബെനിഫിഷ്യറി ആയിട്ട് പിന്നെ കുറ്റം പറയുന്നവരുണ്ട്. അപ്പോൾ കോടതി തന്നെ ഇപ്പോൾ അതിനകത്ത് ഇടപെട്ടിരിക്കുകയാണ്. കാമുകന്മാർ തമ്മിൽ പ്രണയം നടിച്ച് ഒരുപാട് സ്ഥലത്ത് പോയതിനു ശേഷം എല്ലാ കാര്യങ്ങളും, ശാരീരികവും മാനസികവുമായ കാര്യങ്ങളെല്ലാം പങ്കുവച്ചതിന് ശേഷം പിന്നെ പരാതിയായിട്ട് വരരുത്, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചില്ലേ പരാതി, ഇങ്ങനെ ഒരുപാട് കോടതിയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അത് പേര് പറയാം കാരണം ഇപ്പോൾ അവസാനത്തൊരു കേസായത്, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളുടെ അമ്പേറ്റ് വീണു. അതിൽ ശരി തെറ്റുകൾക്കപ്പുറം എന്തായാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അടഞ്ഞു. അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഏറ്റവും ഡൈനാമിക്കായിട്ടുള്ളൊരു നേതാവിനെ അവർ പുറത്താക്കി. സ്ഥാനം ഒഴിയേണ്ടി വന്നു. അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പോയി, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് പോയി. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി സമിതിയിൽ നിന്നും പുറത്താക്കി. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ MLA അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് ഇനി അദ്ദേഹം എങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെയുണ്ട്. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ 9 മാസത്തെ MLA ഭാവി എന്നറിയില്ല. പൊതുപരിപാടിക്ക് പോയാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും, പാർട്ടികൾ കൈകാര്യം ചെയ്യും. അങ്ങനെ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി പോയിരുന്നത്. അപ്പോഴിതാ ഇന്നലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ VD സതീശൻ വന്ന് പറഞ്ഞു, കേരളം ഞെട്ടുന്ന സാധനം. ആ ബോഡി ലാംഗ്വേജൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ വിറയ്ക്കുകയായിരുന്നു VD സതീശൻ. കേരളം ഞെട്ടുന്ന ബോംബുകൾ ഇതാ വരാൻ പോകുന്നു. BJP-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ ഞെട്ടുന്ന ബോംബുകൾ വരാൻ പോകണമെന്ന് പറഞ്ഞു. അവസാനം ഇന്നായപ്പോൾ സന്ദീപ് വാര്യർ, BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അത് കൃഷ്ണകുമാർ, പാലക്കാട് അദ്ദേഹത്തിൻ്റെ തന്നെ BJP-യിലേക്ക് പുറത്തു പോവേണ്ടി വന്ന കൃഷ്ണകുമാറിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ചെയ്തിരിക്കുന്നത്. ഏതൊരു സ്ത്രീ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണകുമാർ ഇതിന് രംഗത്ത് വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് പരാതി ആ സ്ത്രീയെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ പരാതി കിട്ടിയതായിട്ട് സംസ്ഥാന സമിതിയിൽ പറയുന്നു. ഒരു പക്ഷേ അതുകൂടി കൊണ്ടാണോ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നൊരു താക്കിയതുപോലെ അദ്ദേഹത്തിനെ പരിഗണിക്കാതെ കോർ കമ്മിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, പരിഗണിക്കാതെ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പരിഗണിക്കാതെ വൈസ് പ്രസിഡൻ്റാക്കി മാറ്റിയത് അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ട് പോകുമെന്നറിയില്ല. ഇനിയും CPM-ലുള്ള ഒരുപാട് പേരുടെ പേരുകൾ ബോംബ് പോലെ മഹാബോംബ് ഇതാ വരാനിരിക്കുന്നു എന്ന് VD സതീശൻ പറയുന്നു. അത് ഇലക്ഷൻ വരെ നീളൂല, ഉടനെ തന്നെ പറയുന്നു. എന്താണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന അശ്ലീല രാഷ്ട്രീയം? കേരള രാഷ്ട്രീയം അശ്ലീലമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ഏറ്റവും സമ്പൂർണ്ണ സാക്ഷരതയുള്ള, ഒരുപാട് കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന, ജനകീയാസൂത്രണം നടത്തിയ, ഭൂപരിഷ്കരണം നടത്തിയ
സാക്ഷരതാ പ്രവർത്തനം നടത്തിയ ഈ കേരളത്തിൽ 4-5 സ്ത്രീകളുടെ പേരിൽ അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകളുടെ പേരിൽ ഒരു ഭരണകൂടങ്ങളും പ്രധാന പാർട്ടികളും നിൽക്കുന്ന എല്ലാവരും ഈ അമ്പേറ്റ് നിൽക്കുന്നു. എല്ലാവരും ഭയത്തിലാണ്. പലരും വാട്സപ്പ് അടച്ചു, വാട്സപ്പ് ചാറ്റുകൾ ക്ലോസ് ചെയ്തു. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പുകയുന്നു, നാറുന്നു. ആശ്ലീയ രാഷ്ട്രീയത്തിൻ്റെ പുതിയ കോഴിക്കഥകൾക്കായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും രാഷ്ട്രീയം ശുദ്ധീകരിക്കപ്പെടട്ടെ. ഹേമ കമ്മീഷനിൽ തുടങ്ങിയതാണ്, അത് സിനിമയിലായിരുന്നു, അത് കെട്ടടങ്ങി ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട്. തലകൾ ഒരുപാട് ഉരുളുന്നു. ഇനിയും എത്ര തലകൾ ഉരുളാനുണ്ട്.